കൊച്ചൊന്നും കഴിക്കൂല ചെയ്യണം കേട്ടാ. കുടിച്ച അപ്പെടുത്ത് കുടിക്കും. തൊണ്ടേന്ന് ഇറങ്ങട്ടെ. ചായ മതിയാ? ഇന്ന് ഭയങ്കര പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. വീടൊക്കെ ഒതുക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു ഓട്ടോ പിടിച്ച് ഇറങ്ങിയേക്കും കേട്ടോ. ഞാൻ പോകുന്ന ബ്രോഡ്വേയിലോട്ടാണ്. അത്യാവശ്യം ബ്ലോക്ക് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ മേത്തർ ബസാറിൻ്റെ അകത്തോട്ട് വന്നു. അപ്പോഴേക്കും നോക്കുമ്പോൾ ഫുൾ ക്രിസ്മസ് വൈബൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ക്രിസ്മസ് ഡെക്കോസ് ഓരോന്നായിട്ട് അവർ അറേഞ്ച് ചെയ്ത് തുടങ്ങി. കുറേ സ്റ്റോൾസിലൊക്കെ അവരത് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാനൊക്കെ. കംപ്ലീറ്റ്ലി ഒരു ക്രിസ്മസിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഓട്ടോ വന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനായി. അപ്പോഴോർത്ത് പൂക്കൾ മേടിച്ചില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ കല്ലൂർ കത്രികടവിലുള്ള സാൻഡ്ര ഫ്ലവേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ പിക്ക് ചെയ്തു. അപ്പോൾ എന്താണ് പരിപാടി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതുവരെ. അപ്പോൾ അത് പറഞ്ഞേക്കാം. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണ്. അപ്പോൾ മാതാവിനെ ഇന്ന് വീട്ടിലോട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ക്യാമറയുടെ പിറകെ 2 പേരുണ്ട്. അവർക്ക് ക്യാമറ വരാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരെ കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളിത് 3 പേരും കൂടി ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തു. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായില്ല. ഓയാസിസിൻ്റെ അകത്ത് എന്തൊക്കെയോ ചെയ്ത് പെറുക്കി ഞങ്ങൾ എങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത തട്ടിയും മുട്ടിയും ഒരു ബൊക്കെയൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ മാതാവിനെ വരവേൽക്കാൻ വേണ്ടി സെറ്റാക്കി. അങ്ങനെ ഞാൻ മാതാവിനെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ചെന്ന് പിക്ക് ചെയ്യാൻ പോകുന്ന വഴിയാട്ടോ. ഒരുപാട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റിനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് നേരെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ മാതാവ് എത്തി. എൻ്റെ അമ്മ എൻ്റെ പേരിട്ടത് മാതാവിനെ വെച്ചിട്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് മരിയത്ത് എന്ന് പറഞ്ഞ പേരിട്ടത്. എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറ്റത്ത് വേണം. അങ്ങനെ മരിയ എന്ന മരിയത്തിലോട്ടായി. ഒരു പ്രതിസന്ധി സമയം വന്നു കഴിഞ്ഞാൽ മാതാവിനോട് പ്രാർത്ഥിച്ച് അത് എന്തും നടക്കുന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. വീട്ടിലെ ചീഫ് ഗസ്റ്റ് വന്നു. അന്ന് തന്നെ കുടുംബ പ്രാർത്ഥനയുള്ളപ്പോൾ സ്നാക്സ് മസ്റ്റാണല്ലോ. അപ്പോൾ നവ്യെന്ന് കുറച്ച് സ്നാക്സ് ഓർഡർ ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടായിരുന്ന ഈ അടിപൊളി മീറ്റ് പപ്സ് കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഫസ്റ്റ് ഗണപതി കൊടുത്തിട്ടില്ലേ നമ്മളെപ്പോഴും ഫുഡ് ഇതിൽ. എൻ്റെ വീട്ടിലെ ഫുഡ് ഞാനായതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യമേ ട്രയൽ ഞാൻ തന്നെ ആയിരിക്കും. പഫ്സ് കൂടാതെ ക്യാരറ്റ് കേക്കും ഉണ്ടായിരുന്നു. നവ്യയിലെ ക്യാരറ്റും ഡേറ്റ്സും കൂടിയുള്ള കേക്ക് അടിപൊളിയാണ്. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചപ്പോഴേക്കും ഓരോരുത്തരായിട്ട് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥന തീർന്നത് ഞാൻ പയ്യെ കാപ്പിയെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഹോളിലോട്ട് പോകുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇതായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയണേ.